പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയാണ്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ രാഷ്ട്രീയമായ ചില ഉദ്ദേശങ്ങളുണ്ട്. അവരൊരു ജനകീയ വികസന മുന്നണിയൊക്കെ ഉണ്ടാക്കി മത്സരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ചലനം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ സംഘടനകൾക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഒരു കാലത്ത് അവർ തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നത് തന്നെ അവർക്ക് പാടില്ല എന്ന ഒരു വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നു. ഇത് മാറ്റി അവരിന്ന് രാഷ്ട്രീയമായി ഇറങ്ങിത്തിരിച്ചു. പക്ഷേ ആളുകൾക്ക് തീർച്ചയായിട്ടും അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ അവർക്ക് സ്വാധീനം ഉണ്ടാവുകയില്ല എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. INL ലീഗിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. INLനെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുമോ? ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ INLൻ്റെ സഹകരണം ഉണ്ടാവുമോ ലീഗിന്? ആരെ സഹകരണം അവർ ഉണ്ടാവുമെങ്കിൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യും. പോപ്പുലർ ഫണ്ടോ അല്ലെങ്കിൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമി, ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന സംഘടനകൾ തന്നെ അവർ തന്നെ പിന്തുണ വാഗ്ദാനം ചെയ്താൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അതൊരിക്കലും ഞങ്ങൾ അവരെ സഹായം നേടുകയില്ല. അല്ല, അവർ നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല, അവരിങ്ങോട്ട് തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. എങ്ങനെ സഹായം? വോട്ട് ചെയ്യാം എന്ന്. ഇപ്പോൾ ജനങ്ങളല്ല ചെയ്യണം. ആ വോട്ട് ആര് ചെയ്താലും നമ്മളതിനെ സ്വീകരിക്കും. പക്ഷെ അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ആ തരത്തിൽ മുസ്ലിം ലീഗിന് ഉണ്ടാവില്ല. ലീഗിനെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയിരുന്ന പല സംഘടനകളും ഇപ്പം ലീഗാണ് നല്ലത് എന്ന് പറഞ്ഞു തുടങ്ങിയതിൽ ഉള്ളിൽ അറിയാതൊരു സന്തോഷമുണ്ടോ? അത് തീർച്ചയായിട്ടും സന്തോഷമുണ്ടാവും. ഈ പോപ്പുലർ ഫണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇങ്ങനെ ശക്തിപ്പെടുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും മനോഭാവം കാരണമായിട്ടുണ്ടോ? ഇപ്പം ഇടക്കാലത്ത് മുസ്ലിം ലീഗിന് ഒരു പ്രമാണി മനോഭാവം ഉണ്ട് എന്ന ആക്ഷേപമുണ്ടായിരുന്നു. അതുപോലെ മുസ്ലിം ലീഗ് സമ്പന്നരുടെ കൈകളിൽ അമർന്നു എന്ന ആക്ഷേപമുണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിലൊക്കെ പ്രതിഫലിച്ചത് കണ്ടതുമാണ്. തന്നെയുമല്ല, ആ സമയത്തൊക്കെ മുസ്ലിം ലീഗ് യോഗങ്ങളിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത ആളായിരുന്നു ഹൈദരലി ശിഹാബ് തങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു വീണ്ടും വിചാരം ശരിക്കും ലീഗിനുണ്ടായിരുന്നു. അല്ല, ലീഗിൽ അങ്ങനത്തെ ഒരു പ്രമാണി മനോഭാവം ലീഗിലുണ്ടായിട്ടില്ല. അതിലെല്ലാ സാധാരണക്കാരുണ്ട്, പിന്നെ കഴിവുള്ളവരുണ്ട്, കഴിവില്ലാത്തവരപ്പോൾ എല്ലാ പാർട്ടികളുടെ പരിധിയിലുണ്ടെന്ന് മാത്രം. അല്ല, പ്രത്യേകമായിട്ട് പ്രമാണിമാർക്ക് പ്രത്യേക സ്ഥാനമൊന്നും ലീഗിലില്ല. അഖിലേന്ത്യാ പ്രസിഡന്റായ ബനാത്ത് വാലയ്ക്ക് പോലും ഒരു രാജ്യസഭാ സീറ്റ് നിഷേധിച്ചുകൊണ്ട് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന പണക്കാരന് രാജ്യസഭാ സീറ്റ് കൊടുത്തു. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ലീഗിനെതിരെ ഉണ്ടായി. അതിനുശേഷം ലീഗിൻ്റെ പ്രവർത്തന ശൈലി തന്നെ കുറച്ച് മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ആ കാര്യത്തിലൊക്കെ ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് വളരെ ശക്തമായ അഭിപ്രായം അക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ കൂടുതൽ സജീവമായ രംഗത്തേക്ക്, ആളുകളുടെ ഇടയിലേക്ക്, അടിത്തട്ടിലേക്ക് ഇറങ്ങിത്തിരിച്ച് നമ്മുടെ പ്രവർത്തനം ശക്തമാക്കാൻ പല പദ്ധതികളും ആവിഷ്കരിച്ചു. അതിൻ്റെ ഫലം കണ്ടറിഞ്ഞു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ. മാധ്യമങ്ങളെക്കുറിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും പരാതിയുണ്ടോ? ഇപ്പോൾ സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ മുസ്ലിം സമുദായം ഉയർന്നു വരുമ്പം ഒരുതരം അസൂയ സമൂഹത്തിൽ രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുസ്ലിം സമുദായത്തിനെതിരെ കൂടുതൽ വാർത്തകൾ വരുന്നത്. അങ്ങനെ ഒരു തോന്നലുണ്ടോ? അല്ല, ഈ മീഡിയകളെ സംബന്ധിച്ച് നമുക്കൊരിക്കലും ഒരു പരാതിയില്ല. പക്ഷെ കഴിയുന്നതും മീഡിയകളെല്ലാം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്ന ഒരഭിപ്രായം മാത്രമേ ഉള്ളൂ. അത് ഒരു പ്രത്യേക വിഭാഗത്തെ മോശമാക്കാത്ത രീതിയിൽ ഉള്ള നിലപാട് അവരെടുക്കുക. പോപ്പുലർ ഫ്രണ്ടിനെതിരെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അത്തരം സംഘടനകൾക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുമ്പോൾ അത് മുസ്ലിം സമുദായത്തിനെതിരാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ? അല്ല, അങ്ങനെയുള്ള തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളല്ലേ നമ്മുടെ രാജ്യരക്ഷയ്ക്ക് പോലും പ്രതികൂലമായ അത്തരത്തിലുള്ള ഈ മതേതര ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ രാജ്യം. അവിടെ ഭരണഘടനയ്ക്ക് അനുസൃതമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് മുന്നോട്ട് വരുന്ന പ്രസ്ഥാനങ്ങളെ പോലീസോ അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ്റോ എതിർക്കുമ്പോൾ അതിനെ ഈ സമുദായത്തിന് മൊത്തമായി എതിർക്കുന്നു എന്ന് ആർക്കും തോന്നുകയില്ല. സെക്കുലർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചില മുസ്ലിം നിരീക്ഷകരുണ്ട്. ഇപ്പോൾ MN കാരശ്ശേരി, അതുപോലെ തന്നെ ഹമീദ് ചേന്ദമംഗലൂർ. അപ്പോൾ അവർ പൊതുവെ ഉയർത്തുന്ന വിമർശനങ്ങളോടുള്ള സമീപനം എന്താണ്? അത് അവരുടെ അഭിപ്രായം അവർ പറഞ്ഞല്ലാതെ പ്രത്യേകമായിട്ട് അതിനെപ്പറ്റിയൊന്നും പറയാനില്ല.
one home. ManoramaOnline.com. Your home